നമസ്കാരം. വിശ്വാസം അതൊരു ചെറിയ വാക്കല്ല. കെട്ടിപ്പടുക്കാൻ വർഷങ്ങൾ വേണ്ടിവരുന്ന, എന്നാൽ തകരാൻ ഒരു നിമിഷം മാത്രം മതിയാകുന്ന ഒന്ന്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ അർഹതയില്ലാത്തവരെ കണ്ണടച്ച് വിശ്വസിക്കുമ്പോഴാണ്. ആരായിരിക്കും നാളെ നിങ്ങളെ ചതിക്കുക? ആരാണ് നിങ്ങളുടെ മുഖത്തു നോക്കി ചിരിച്ചുകൊണ്ട് പിന്നിൽ നിന്നും കുത്തുക? ഇതിനുള്ള ഉത്തരം നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ എഴുതിവച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ചാണക്യൻ നൽകിയ ആ വലിയ മുന്നറിയിപ്പാണ്. ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന 9 തരം ആളുകളെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇതൊരു മുന്നറിയിപ്പാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമതായി, മുഖസ്തുതി പറയുന്നവർ, ദ ഫ്ലാറ്ററർ. മുഖസ്തുതി പറയുന്നവർ, നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളെ പുകഴ്ത്തുകയും എന്നാൽ നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മുടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ. ഇക്കൂട്ടർ ഏറ്റവും അപകടകാരികളാണ്. ചാണക്യൻ ഇപ്രകാരം പറയുന്നു: പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയെ താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. അതായത്, കാണാൻ നേരിൽ വരുമ്പോൾ മധുരമായി സംസാരിക്കുകയും എന്നാൽ പരോക്ഷമായി മറഞ്ഞുനിന്ന് നമ്മുടെ കാര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന സുഹൃത്തിനെ ഉപേക്ഷിക്കണം. കാരണം അവർ വായ്ഭാഗത്ത് മാത്രം പാൽ പുരട്ടിയ വിഷകുംഭത്തിന് തുല്യമാണ്. സുഹൃത്തുക്കളെ, ഇത്തരക്കാർക്ക് ഒരു പാമ്പിനേക്കാൾ വിഷമുണ്ട്. അവർ നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്താൻ മാത്രം നിങ്ങളോട് അടുത്തുകൂടുന്നവരാണ്. നിങ്ങളുടെ മുന്നിൽ അവർ പഞ്ചസാര വർത്തമാനം പറയും, എന്നാൽ നിങ്ങളുടെ കാലൊന്ന് തെറ്റിയാൽ ആദ്യം ചിരിക്കുന്നത് ഇവരായിരിക്കും. യഥാർത്ഥ സ്നേഹിതൻ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, എന്നാൽ ഇക്കൂട്ടർ നിങ്ങളുടെ അഹങ്കാരത്തെ വളർത്തും. മധുരം പുരട്ടിയ കത്തിയാണ് ഇവരുടെ വാക്കുകൾ. അത് തിരിച്ചറിയാൻ വൈകരുത്. അവസാനം നിങ്ങൾ തകരുമ്പോൾ ആ കാഴ്ച കണ്ട് രസിക്കാൻ ഇവർ മുൻപന്തിയിൽ തന്നെയുണ്ടാകും. രണ്ടാമത്തെ കൂട്ടർ, പഴയ ശത്രുക്കൾ. ഒരിക്കൽ നിങ്ങളോട് ശത്രുത പുലർത്തുകയും പിന്നീട് കാര്യസാധ്യത്തിനായി സുഹൃത്തായി വരികയും ചെയ്യുന്നവർ. ചാണക്യൻ പറയുന്നു: ശത്രുണാ നഹി സന്ധധ്യാത് സുശ്ലിഷ്ടേനാപി സന്ധിന സുതപ്തമപ്യനപ്യ പാനീയം ശമയത്യേവ പാവകം. അതായത്, ശത്രുവുമായി ഒരിക്കലും സന്ധി ചെയ്യരുത്. അവരുമായുള്ള സൗഹൃദം എത്ര ദൃഢമാണെന്ന് തോന്നിയാലും വിശ്വസിക്കരുത്. കാരണം വെള്ളം എത്ര ചൂടാക്കിയാലും അത് തീയെ അണയ്ക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ ശത്രുവായവൻ പിന്നീട് മിത്രമായാലും അവന്റെ ഉള്ളിലെ പക മായണമെന്നില്ല. വെള്ളം തിളപ്പിച്ചാലും അതിന്റെ സ്വഭാവം തീ അണയ്ക്കുക എന്നത് തന്നെയാണ്. അതുപോലെ പഴയ ശത്രു തക്കം കിട്ടിയാൽ തന്റെ പഴയ പക തീർക്കും. പക എന്നത് കനൽ പോലെയാണ്. പുറമേ ചാമ്പൽ മൂടിയാലും ഉള്ളിലത് എരിയുന്നുണ്ടാകും. അവരുടെ ചിരി കണ്ട് വഞ്ചിതരാകരുത്. കാരണം അവർക്ക് നിങ്ങളുടെ ബലഹീനതകൾ കൃത്യമായി അറിയാം. പഴയ കാര്യങ്ങൾ മറന്ന് അവരെ വീണ്ടും വിശ്വസിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി, ദുഷ്ടസ്വഭാവമുള്ളവർ അഥവാ ദുർജനങ്ങൾ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവർ. ചാണക്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ദുർജന പ്രിയവാദിച്ച നൈദേത് വിശ്വാസകാരണം മധുദിഷ്ടതി ജിഹ്വാഗ്രേ ഹൃദയേതു ഹലാഹലം. അതായത്, ദുഷ്ടനായ ഒരാൾ മധുരമായി സംസാരിച്ചാലും അവനെ വിശ്വസിക്കരുത്. കാരണം അവന്റെ നാവിൻ തുമ്പിൽ തേനായിരിക്കും, പക്ഷേ ഹൃദയത്തിൽ കാളകൂട വിഷമായിരിക്കും. നല്ല വസ്ത്രം ധരിച്ച് നല്ല ഭാഷ സംസാരിക്കുന്ന എല്ലാവരും നല്ലവരാകണമെന്നില്ല. അവരുടെ സ്വഭാവം നിരീക്ഷിക്കുക. അവർ മറ്റുള്ളവരെ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കുക. അവർ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ നാളെ അവർ നിങ്ങളെയും ദ്രോഹിക്കും. പട്ടിണി കിടക്കുന്ന സിംഹത്തെ വിശ്വസിക്കാം, എന്നാൽ ചിരിക്കുന്ന ദുഷ്ടനെ വിശ്വസിക്കരുത്. അവരുടെ ചിന്തകൾ എപ്പോഴും എങ്ങനെ മറ്റുള്ളവരെ ചതിക്കാം, എങ്ങനെ മുതലെടുക്കാം എന്നതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. നായയുടെ വാൽ കുഴലിലിട്ടാന് നേരെയാകില്ല എന്ന് പറയുന്നത് പോലെ ഇവരുടെ സ്വഭാവം ഒരിക്കലും മാറില്ല. നാലാമതായി, അത്യാഗ്രഹികൾ അഥവാ ലോഭികൾ. പണത്തോടും സമ്പത്തോടും മാത്രം സ്നേഹമുള്ളവർ. ചാണക്യൻ പറയുന്നു: ലുബ്ധമർത്ഥേന ഗൃഹ്ണീയാത് സ്തബ്ധമഞ്ജലീകർമ്മണ മൂർഖം ഛന്ദാനുവൃത്വയിച്ച യഥാർത്ഥവേന പണ്ഡിതം. അത്യാഗ്രഹിയായ ഒരാളുടെ കൂറ് എപ്പോഴും പണത്തോടു മാത്രമായിരിക്കും. നിങ്ങൾ പണം നൽകുന്ന ഇടത്തോളം കാലം അവർ നിങ്ങളുടെ കൂടെ നിൽക്കും. എന്നാൽ നിങ്ങളെക്കാൾ കൂടുതൽ പണം നൽകാൻ മറ്റൊരാൾ വന്നാൽ അവർ നിങ്ങളെ ഒറ്റിക്കൊടുക്കും. ബന്ധങ്ങൾക്കും സ്നേഹത്തിനും അവരുടെ കണ്ണിൽ വിലയില്ല. വിലയുള്ളത് നാണയങ്ങൾക്ക് മാത്രമാണ്. സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി അവർ സ്വന്തം മാതാപിതാക്കളെപ്പോലും തള്ളിപ്പറഞ്ഞേക്കാം. അത്തരക്കാരുമായുള്ള കൂട്ടുകെട്ട് നിങ്ങളെ സാമ്പത്തികമായും മാനസികമായും തകർക്കും. അഞ്ചാമതായി, മൂഢർ അഥവാ വിഡ്ഢികൾ. സ്വന്തമായി ബുദ്ധിയില്ലാത്തവരും വിവേകമില്ലാത്തവരുമാണ്. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു: മൂർഖശിഷ്യോപദേശന ദുഷ്ടസ്ത്രീ ഭരണേന ച
ദുഃഖിതൈ സംപ്രയോഗേന പണ്ഡിതോപ്യവസിതതി. അതായത്, വിഡ്ഢിയായ ശിഷ്യനെ ഉപദേശിക്കുന്നതുകൊണ്ടും ദുഷ്ടയായ സ്ത്രീയെ അല്ലെങ്കിൽ പങ്കാളിയെ സംരക്ഷിക്കുന്നതുകൊണ്ടും എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നവരുമായി സഹവസിക്കുന്നതുകൊണ്ടും പണ്ഡിതന്മാർ പോലും നശിച്ചുപോകുന്നു. വിഡ്ഢിയായ സുഹൃത്തിനേക്കാൾ നല്ലത് ബുദ്ധിമാനായ ഒരു ശത്രുവാണ്. കാരണം ശത്രു എന്തു ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാം, എന്നാൽ വിഡ്ഢി എന്തു ചെയ്യുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഒരു വിഡ്ഢി ചെയ്യുന്ന സഹായം പോലും വലിയ ഉപദ്രവമായി മാറാറുണ്ട്. അറിവില്ലാത്തവരുമായുള്ള സഹവാസം നിങ്ങളുടെ നിലവാരത്തെയും ചിന്താശേഷിയെയും പതിയെ നശിപ്പിച്ചു കളയും. എരുമയെ പാട്ടുപഠിപ്പിക്കാൻ ശ്രമിക്കുന്നതുപോലെ ഇവരെ ഉപദേശിക്കാൻ സമയം കളയുന്നത് തന്നെ വലിയൊരു മണ്ടത്തരമാണ്. ആറാമത്തെ കൂട്ടർ, നഖങ്ങളും കൊമ്പുകളുമുള്ള മൃഗങ്ങളെയും കയ്യിൽ ആയുധം മേന്തി നിൽക്കുന്നവരെയും. ചാണക്യൻ പറയുന്നു, നഖിനാം ച നദീനാം ച ശൃംഗിണാം ശസ്ത്രപാണിനാം വിശ്വാസോ നൈവ കർത്തവ്യ സ്ത്രീഷു രാജകുലേഷു ച. അതായത്, നഖമുള്ള ജന്തുക്കൾ, നദികൾ, കൊമ്പുള്ള മൃഗങ്ങൾ, ആയുധം ധരിച്ചവർ, ചഞ്ചല സ്വഭാവമുള്ള സ്ത്രീകൾ, രാജകുടുംബത്തിലുള്ളവർ അഥവാ അധികാരത്തിലുള്ളവർ എന്നിവരെ ഒരിക്കലും വിശ്വസിക്കരുത്. അധികാരത്തിന്റെ മുകളിലിരിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശേഷിയുള്ളവർ, ഇവരുടെ മൂഡ് എപ്പോൾ മാറുമെന്ന് പറയാൻ കഴിയില്ല. അധികാരം തലയ്ക്കു പിടിച്ചവർക്ക് സ്വന്തം ലാഭം മാത്രമായിരിക്കും പ്രധാനം. അവിടെ നീതിയോ ന്യായമോ അവർ നോക്കില്ല. ഒരു മൃഗം എപ്പോൾ ആക്രമിക്കുമെന്നോ ഒരു ഭരണാധികാരി എപ്പോൾ കോപിക്കുമെന്നോ പ്രവചിക്കാൻ കഴിയില്ല. ഇവരുമായി അമിതമായ അടുപ്പം സ്ഥാപിക്കുന്നത് തീയിൽ കളിക്കുന്നതുപോലെ അപകടകാരികളാണ്. എപ്പോഴും ഒരു സുരക്ഷിത അകലം പാലിക്കുന്നതാണ് ബുദ്ധി. ഏഴാമതായി, ദുഷ്ടന്മാരായ ബന്ധുക്കൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ. ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു, ദുഷ്ടാ ഭാര്യ ഷഠം മിത്രം ഭൃത്യശ്ചോത്രദായകഃ സസർപ്പേച്ച ഗൃഹേവാസോ മൃത്യുരേവ ന സംശയഃ. ദുഷ്ടയായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ചതിയനായ സുഹൃത്ത്, അനുസരണയില്ലാത്ത വേലക്കാരനുള്ള വീട്ടിലെ താമസം പാമ്പുള്ള വീട്ടിൽ താമസിക്കുന്നതുപോലെയാണ്. അത് മരണത്തിന് തുല്യമാണ്. സ്വന്തം വീട്ടിൽ സമാധാനമില്ലെങ്കിൽ പിന്നെ ലോകത്തൊരിടത്തും നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല. നിരന്തരം വഴക്കടിക്കുന്ന, ചതിക്കുന്ന സ്വഭാവമുള്ള ബന്ധുക്കളെ വിശ്വസിച്ച് ഒപ്പം നിർത്തുന്നത് വിഷപ്പാമ്പിനെ കൂടെ കിടത്തുന്നതുപോലെയാണ്. പുറത്തെ യുദ്ധം ജയിക്കാൻ എളുപ്പമാണ്, എന്നാൽ വീട്ടിലെ യുദ്ധം ജയിക്കാൻ പ്രയാസമാണ്. അത് നിങ്ങളുടെ ഊർജവും ആയുസ്സും കാർന്നു തിന്നുകൊണ്ടിരിക്കും. മനസമാധാനം തരാത്ത ഇത്തരം ബന്ധങ്ങൾ മുറിച്ചുമാറ്റുന്നതാണ് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് നല്ലത്. എട്ടാമതായി, രഹസ്യം സൂക്ഷിക്കാൻ അറിയാത്തവർ. ദോസ് ഹൂ ക്യാൻ കീപ് സീക്രട്സ്. നിങ്ങളുടെ സ്വപ്നങ്ങളും പദ്ധതികളും എല്ലാവരോടും വിളിച്ചു പറയുന്നവർ. ചാണക്യൻ കർശനമായി ഇപ്രകാരം പറയുന്നു, മനസാ ചിന്തിതം കാര്യം വചസാ ന പ്രകാശയേത് മന്ത്രേണ രക്ഷയേത് ഗൂഢം കാര്യേ ചാപി നിയോജയേത്. അതായത്, മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ഒരിക്കലും വാക്കുകൊണ്ട് പുറത്തു പറയരുത്. അത് രഹസ്യമായി സൂക്ഷിച്ച് പ്രവൃത്തിയിലൂടെ മാത്രം വെളിപ്പെടുത്തുക. നിങ്ങളുടെ അടുത്ത പദ്ധതി എന്താണെന്ന് മറ്റുള്ളവർ അറിയാൻ പാടില്ല. രഹസ്യം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരാളോട് നിങ്ങളുടെ പ്ലാനുകൾ പറഞ്ഞാൽ അവരത് നാട്ടുകാരുടെ മുഴുവൻ പാട്ടാക്കും. നിങ്ങളുടെ വിജയം കാണാൻ ആഗ്രഹിക്കാത്തവർ അത് തകർക്കാൻ ശ്രമിക്കും. വാക്കുകൾ അമ്പുകൾ പോലെയാണ്, വിട്ടുകഴിഞ്ഞാൽ തിരിച്ചെടുക്കാനാവില്ല. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ലോകമറിയേണ്ടത് അത് ചെയ്തു തീർത്ത ശേഷമാണ്, അതിനു മുൻപല്ല. വായടയ്ക്കാൻ അറിയാത്തവരെ വിശ്വസിക്കുന്നത് നിങ്ങളുടെ പരാജയത്തിന് കാരണമാകും. ഒൻപതാമത്തെയും അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടർ, ആപത്തുകാലത്ത് നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നവർ. ജാനിയാത് പ്രേഷണേ ഭൃത്യാൻ ബന്ധാവാൻ വ്യസനാഗമേ മിത്രം ചാപത്തികാലേഷു ഭാര്യാം ച വിഭവക്ഷയെ. അതായത്, ജോലി ഏൽപ്പിക്കുമ്പോൾ വേലക്കാരനെയും, ദുഃഖം വരുമ്പോൾ ബന്ധുക്കളെയും, ആപത്ത് വരുമ്പോൾ മിത്രത്തെയും, ദാരിദ്ര്യം വരുമ്പോൾ ഭാര്യയെയും തിരിച്ചറിയാം. നമ്മുടെ കയ്യിൽ പണവും പ്രതാപവും ഉള്ളപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെയുണ്ടാകും. എന്നാൽ ഒരാപത്ത് വരുമ്പോൾ ആരാണ് കൂടെ നിൽക്കുന്നത്? അവരാണ് യഥാർത്ഥ ബന്ധുക്കൾ. നിഴൽ പോലെയാണ് ഇക്കൂട്ടർ. വെളിച്ചമുള്ളപ്പോൾ കൂടെയുണ്ടാകും, ഇരുട്ടായാൽ കാണില്ല. ആപത്തുകാലത്ത് തിരിഞ്ഞു നോക്കാത്തവരെ പിന്നീട് നല്ല കാലം വരുമ്പോൾ വിശ്വസിച്ച് കൂടെ കൂട്ടരുത്. കഷ്ടകാലത്ത് കൈപിടിക്കുന്ന ഒരാൾ സുഖകാലത്ത് കൂടെയുള്ള 100 പേരേക്കാൾ വലുതാണെന്ന് തിരിച്ചറിയുക. സുഹൃത്തുക്കളെ,